ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ വന്ന ഡ്രാമയുടെ പേര് സ്പിരിറ്റ് ഫിംഗേഴ്സ്. ഈ ഡ്രാമയിലെ ഹീറോ ഹീറോയിൻ എല്ലാവരും നമുക്ക് പരിചയമുള്ളതാണ്. അത് നിങ്ങൾ കണ്ടെത്തുവാണ് വീഡിയോയുടെ അവസാനം താഴെ കമന്റ് ചെയ്യുക നമ്മൾ ഏതൊക്കെ ഡ്രാമയിൽ കണ്ട ആക്ടേഴ്സ് ആണ് ഇതിനകത്തുള്ളതെന്ന്. അതാണ് ഇന്നത്തെ ഒരു വലിയ ടാസ്ക്. പിന്നെ വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കാരണം കൂടുതൽ പേര് ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് കാണിക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ ലൈക്ക് ഇടാൻ വേണ്ടി പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസം 2-3 വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് കാണിക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് എല്ലാവരും വീഡിയോ കാണുന്ന മുമ്പേ ജസ്റ്റ് ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇപ്പം നമുക്ക് നമ്മുടെ പുതിയ ഡ്രാമയിലേക്ക് പോകാം. Merry Christmas! Ho, 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 ho. കഥയുടെ തുടക്കം തന്നെ നമ്മുടെ ഡ്രാമയിലെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഊയുൻ. പിന്നെ കണ്ടപ്പോൾ തന്നെ കുറെ പേര് ഗസ് ചെയ്ത് കാണും ഇതാരാണെന്ന്. അങ്ങനെ ഇവള് ധൈര്യമൊന്നുമില്ലാതെ പേടിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ക്ലാസ് ഇവളെ പ്രസന്റേഷൻ ചെയ്യാൻ പറയുമ്പോഴും മറ്റുള്ളവർ എന്തോ ചിന്തിക്കുമെന്ന് ഇവൾ ആദ്യം തന്നെ ആലോചിച്ച് പേടിച്ചോണ്ടിരിക്കും. ഒരേ ഇവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കി ചിരിക്കുമെന്ന്. അങ്ങനെ ഇവളെ കാണിച്ച് അടുത്ത സെക്കൻഡ് നമ്മുടെ ഡ്രാമയിലെ ഹീറോയെ കാണിക്കുവാണ്. ഇവന്റെ പേര് ഗീജിയോൺ. ഇതും ആരാന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അവനും അവളെ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന. പക്ഷെ അളിയന് കൂടുതൽ ഇൻട്രസ്റ്റ് മോഡലിംഗ് ആണ്. അങ്ങനെ അവന് ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് അവിടെ നിന്ന് കുറെ പോസൊക്കെ കൊടുത്തോണ്ടിരിക്കുമ്പം ഇവന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു പെങ്കോച്ച് അവിടേക്ക് വരും. ഇവളുടെ പേര് ഏറിയും. അവൾക്ക് ഇവനോടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അവനാണ് ഇവൾ ഒട്ടും മൈൻഡ് ചെയ്യാതെ അവൻ അവോയ്ഡ് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. ഇത്ര ഹാൻഡ്സം ആയിട്ടുള്ള ഫേസ് വെച്ചോണ്ട് നിനക്ക് ഫോട്ടോ എടുക്കാനാണ് മടിയെന്ന് പറഞ്ഞ് അവനെ ചെന്ന് നിൽക്കാൻ പറയുമ്പം മറ്റേ ഏറിയമാൻ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് അവൾ സംസാരിക്കാൻ വേണ്ടി വരും. അതോടെ അവനാണ് ദേഷ്യത്തി എനിക്കിപ്പോ ബാത്റൂമിൽ പോകണം, ആരെല്ലാം കൂടെ വരുന്നോ എന്നിട്ട് അവളെ മൊത്തത്തെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് അങ്ങ് പോകും. ഇതേ സമയം ഉയ്യനും അവളുടെ 2 കൂട്ടുകാരെ കാണാൻ വേണ്ടി അവൾ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ ഡ്രസ്സൊക്കെ അവിടെ കാണും. എന്നാൽ ഇവൾക്കാണ് ഇങ്ങനത്തെ സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ പുറത്തേക്ക് ഇട്ടോണ്ടോ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് അവളുടെ സ്വപ്നത്തിൽ തന്നെ ഇവളെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടോ നിൽക്കുമ്പം നിന്നെ പോലെ ഒരു പേടിത്തൊണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഉയ്യൻ എന്നറിഞ്ഞ് അവളോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവൾക്കില്ലാത്ത ധൈര്യമൊക്കെ അവളുടെ സ്വപ്നത്തിൽ വരുന്ന അവള് തന്നെ കൂടെ ഇരുന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവളിങ്ങനെ തന്നെ സംസാരിച്ചോണ്ട് അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവിടെ ഒരു കൂട്ടം ആൾക്കാർ കൂടിച്ചേർന്ന് കുറച്ചുപേര് പടം വരച്ചോണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടോണ്ടിരിക്കും. അങ്ങനെ അവരൊക്കെ കാണാൻ ഡിഫറന്റ് കോസ്റ്റ്യൂമിലൊക്കെ ഉള്ള. അങ്ങനെ ഒരു 3 മിനിറ്റും കൊണ്ട് ഇവരൊക്കെ ഫ്രണ്ടിൽ ചെന്ന് പോസ് ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരുത്തന് ഇവൾക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടമാവും. അവന്റെ പേരാണ് സുൻഹോ. ഇവന് നമ്മുടെ ഡ്രാമയിലെ ഹീറോയാണ്. അങ്ങനെ അവള് കാണാൻ ഹാൻസം എന്നൊക്കെ പറഞ്ഞ് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനാണ് ഇവളെ കണ്ട ഉടനെ ഇവളുടെ ജീവൻ മൊത്തത്തിൽ അങ്ങ് പോകും. ഷെടാ കുറെ സമയം ഞാൻ വായി നോക്കിപ്പോയോ, അവൻ എന്റെ അടുത്തേക്ക് വന്ന് തീർന്ന് എന്നിന് ഇവള് മൊത്തത്തിൽ പേടിച്ചിട്ട് അപ്പൊ തന്നെ സ്ഥലം വിടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവൾ അറിയാതെ സ്ലിപ്പായി വീഴാൻ നോക്കുന്നത്. അങ്ങനെ നാണക്കേടില്ലാക്കാൻ വേണ്ടി ഇവളെ സ്വയം വീഴണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പം ഇവളുടെ അടുത്തേക്ക് അവനാണ് ഓടിയെത്തിയിട്ട് ഇവള് ഫ്രീ ആണ്, ഇവരെ പടം വരയ്ക്കാൻ വേണ്ടി അവിടെ നിന്നരാൻ പറ്റുമെന്ന് ചോദിക്കും. അത് കേട്ട് അവളാണ് ഷോക്കായിട്ട് ഇവൻ എന്നോട് തന്നെയാണോ സംസാരിക്കുന്നത്, അല്ല എന്റെ പുറകിൽ ആരും നിപ്പുണ്ടോ എന്നിന് അവൾ ഇങ്ങനെ സ്വയം ആലോചിച്ചോണ്ടിരിക്കുമ്പം ഇവന്റെ ഫ്രണ്ടാണ് അവിടേക്ക് വന്നിട്ട് ജസ്റ്റ് 3 മിനിറ്റ് ഒന്ന് നിന്നാ മതി എന്ന് പറഞ്ഞ് അവളും കൂടെ ഉയ്യനെ വിളിക്കും. അങ്ങനെ കോസ്റ്റ്യൂം കണ്ടത് ഞങ്ങളൊന്ന് പേടിക്കണ്ടെന്ന് അവർ രണ്ടുപേരും കൂടെ അവളെ വിളിച്ച് വരുത്താൻ നോക്കുമ്പോഴാണ് അവൾക്കാകെ മനസ്സിപ്പോ ഇവന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളു. അതുകൊണ്ട് അവളും എനിക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവളും പടം വരയ്ക്കാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയും. ഇതേ സമയം അവളുടെ ഫ്രണ്ട്സ് ആണ് അവിടേക്ക് നോക്കുമ്പോഴാണ് ഇവളോട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോസ് എടുക്കുന്ന അവർ കണ്ടോണ്ടിരിക്കും. ഇതേ സമയം ഇവൾക്ക് സമ്മതം കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് ചമ്മൽ പിടിച്ചൊക്കെ നിൽക്കുക. അതുകൊണ്ട് ഇനി പോയാൽ ഇവരൊക്കെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞ് അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സുൻഹോയും അവൻ മറ്റേ പെങ്കൊച്ചായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇവളാണ് അപ്സെറ്റായി ചിലപ്പോ അവർ രണ്ടൊരു കപ്പിൾസ് ആയിരിക്കുമെന്ന് ഇവളിങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാണാൻ കൊള്ളുന്നൊരു പയ്യനെ കണ്ടുടനെ വെറുതെ ഞാൻ എന്തിനാ മണ്ടത്തരം കാണിച്ച് ഇവിടെ നിന്നേന്ന് ഇവളിവിടെ ഷോക്ക് അടിച്ചിരിക്കുമ്പം അവളുടെ ഫ്രണ്ട്സും ഇവൾക്ക് വേണ്ടി അവിടെ കുറെ സമയമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം 3 മിനിറ്റും കഴിഞ്ഞ് എല്ലാരും ഇവളെ വരച്ച പടമൊക്കെ കൊടുത്തിട്ട് പോകുമ്പോഴാണ് അവസാനം അവളുടെ ഫ്രണ്ട്സ് ആണ് ഇതെന്തുകൊണ്ട് നിന്നെ കാണിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സുൻഹോ അടുത്തേക്ക് വന്നിട്ട് അവര് ഡ്രോയിങ് എൻജോയ് ചെയ്ത് വരയ്ക്കുക, അല്ലാതെ ഇവർക്കൊന്നും അത്രയ്ക്ക് ടാലന്റ് ഇല്ലെന്ന് പറയും. ഒരു ശിവൾക്ക് ഈ ഡ്രോയിങ് ക്ലബ്ബിൽ എല്ലാം ചേരാൻ ആഗ്രഹമുണ്ട്, ഇവൻ തരുന്ന നമ്പർ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്
ഊയിന്റെ നമ്പർ എടുത്ത് പോകുമ്പോഴാണ് ഇവളുടെ പേരെന്തോന്ന് ചോദിച്ചു മനസ്സിലാക്കും. അതിനുശേഷം അവനും ഇവളുടെ പേര് മറക്കത്തില്ലെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ആണ് അവൻ വരച്ച പടം അടിപൊളിയാന്ന് അറിഞ്ഞിട്ട് അവന്റെ കൂടെ എങ്ങനെ ക്ലോസ് ആയെന്നറിഞ്ഞ് ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഊയിൻ അവളുടെ ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവരാണ് അവൻ പറഞ്ഞ പോലെ ആ ഡ്രോയിങ് ക്ലബ്ബിൽ ചേരാൻ പോകണമെന്ന് ചോദിക്കും. പക്ഷെ ഇവൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സും ഒരേ ഇവൾക്ക് ചേരാൻ ആഗ്രഹമില്ല, ആ നമ്പർ ഇവരെ തരാൻ പറയുമ്പോൾ ഊയിനാണ് ഇവൾ തന്നെ ചേരാൻ പോവാന്ന് പറഞ്ഞ് അവള് ഫോണൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കും. പക്ഷെ ഇവൾക്കാണ് ധൈര്യമില്ലെന്ന് അവസാനം അവൾ തന്നെ സമ്മതിച്ചു കൊടുക്കും. അപ്പനാണ് ഇവളുടെ ഒരു കൂട്ടുകാരിയും ഇവളെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റവളാണ് നൈസൻ അവളുടെ ഫോൺ എടുത്ത് ആ നമ്പറിലേക്കും കോൾ ചെയ്യും. അതോടെ സുൻഹയാണ് ഫോൺ എടുത്തിട്ട് ഹലോ പറയുമ്പോൾ ഇവളിവിടെ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അപ്പനാണ് അവളുടെ കൂട്ടുകാരാണ് ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾ വിളിക്കാൻ പറഞ്ഞ ക്യൂട്ട് ഗേൾ ഞാനാന്ന് ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ അവസാനം അവന് പിടികിട്ടും ഇത് ഊയുനാണെന്ന്. അതുകൊണ്ട് അവൻ ഇവളുടെ പേര് പറയുമ്പോൾ ഇവളാണ് ആദ്യം ഷോക്കായി പോകും, ഇവളുടെ പേര് ഇതുവരെ മറന്നില്ലെന്ന്. അതിനേശാനും ഇവൾക്ക് ഡ്രോയിങ് ക്ലബ്ബിൽ ചേരാൻ താല്പര്യമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളാണ് വരയ്ക്കാനൊന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പനാണ് അവനും വരയ്ക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം മതിയെന്ന് പറഞ്ഞ് ഇവൾ തീരുമാനിച്ച ശേഷം അവനോട് പറയാൻ വേണ്ടി പറയും. അപ്പനാണ് അവന്റെ ഫ്രണ്ടാണ് അവൾ വരാൻ സമ്മതിച്ചോന്ന് പറഞ്ഞ് ഇവൾ ഭയങ്കര സന്തോഷത്തിൽ ചോദിക്കും. അപ്പനാണ് സുൻഹയും അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, പക്ഷെ നമുക്ക് അവളെ ക്ലബിലേക്ക് വിളിച്ചെരുത്താന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പം തന്നെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആക്കും. അങ്ങനെ അതാണ് സ്പിരിറ്റ് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ ഡ്രോയിങ് ക്ലബ്ബ്. അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് ചേരാൻ ഇവൾ അക്സെപ്റ്റ് എടുക്കുവാണ്. ഇവരടുത്ത് വരയ്ക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനൊക്കെ ഇവൾക്ക് അയച്ചുതരാന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് ഇവൾ വീട്ടിൽ നിന്ന് കുറെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അമ്മയുടെ ഗ്രൂപ്പിന്റെ പേരൊക്കെ ഇൻസ്റ്റയ്ക്കകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോഴാണ് അവിടെ സുൻഹോടെ കുറെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അവന്റെ പ്രൊഫൈലൊക്കെ ഇങ്ങനെ നോക്കി അവൾ ഷൈയായിരിക്കുമ്പം അവന്റെ ഒപ്പം അവന്റെ ഫ്രണ്ടുമായിട്ടുള്ള കുറെ ഫോട്ടോസ് ഇങ്ങനെ കാണും. അതോടെ ഇവളാണ് അസൂയപ്പെട്ടിട്ട് മിക്കവാറും ഇവർ തമ്മിൽ ലവ് ആയി കാണുന്നറിഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ആ ക്ലബ്ബിൽ ചേരാൻ വേണ്ടി തീരുമാനിക്കും. അതോടെ അടുത്ത സെക്കൻഡ് തന്നെ ഇവൾ എത്ര മണിക്ക് എവിടെ വരണ്ടെന്നറിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസ് അവൾക്ക് സെൻഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇവൾ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പഠിക്കാൻ പോകാന്നറിഞ്ഞ് അവൾ മറ്റേ ഡ്രോയിങ് ക്ലബ്ബിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവളുടെ അമ്മയായിരിക്കും അവളെ കൊണ്ടാക്കാന്ന് പറയുന്നത്. പക്ഷെ ഇവർക്കറിയത്തില്ല ഇവള് പഠിക്കാനല്ല പോന്നെ, ഡ്രോയിങ് ക്ലബ്ബിലാ പോന്നേന്ന്. കാരണം ഇവളുടെ അമ്മയ്ക്ക് ഇവൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, എല്ലാ സമയത്ത് അവള് പഠിക്കാനേ പറയത്തുള്ളൂ. അതെപ്പം നോക്കിയാലും ഇവളുടെ രണ്ട് ബ്രദേഴ്സായിട്ടും അവളെ കമ്പയർ ചെയ്തോണ്ടിരിക്കും. കാരണം അവന്മാർ രണ്ടുപേരും ക്ലാസ്സിൽ ടോപ്പാ, പക്ഷെ ഇവള് അവറേജ് ആയിട്ടുള്ള മാർക്ക് വാങ്ങിക്കത്തുള്ളൂ. അതുകൊണ്ട് അതും പറഞ്ഞ് ഇവളെ കുറെ അഡ്വൈസ് ചെയ്യുമ്പം അവളാണ് സ്ഥലം എത്തിയെന്ന് പറഞ്ഞിട്ട് അവളെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം ഇവളുടെ അമ്മ അവിടെ നോക്കുമ്പോഴാണ് ഇവൾ അടുത്ത സെക്കൻഡ് തന്നെ അവന്മാർ ഡ്രോയിങ് ക്ലബ്ബിലേക്ക് പോകാൻ വേണ്ടി ഇവൾ ഇവിടുന്ന് ഡയറക്ഷൻ മാറ്റും. എന്നിട്ട് അവൾ അവിടെ പോകുന്ന മുമ്പേ തന്നെ മറ്റേ സുൻഹയെ കുറച്ച് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക്കും ഇവളുടെ കണ്ണാടിയൊക്കെ മാറ്റിയിട്ട് കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെ വരുന്ന 3 പെങ്കൊച്ചുങ്ങളാണ് ഇവളെ കണ്ടങ്ങ് റാഗ് ചെയ്യും. അതോടെ ഉയ്യനാണ് മൊത്തത്തിൽ ഇവിടെ പേടിച്ചിരിക്കുമ്പം അവളുമാരും നീ എന്തുവാണ് ഞങ്ങൾ നോക്കി പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് ഇവരൊക്കെ അവളെ പേടിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ എന്തേന്നറിയാതെ ഞാനൊന്നും ആരും നോക്കിയില്ലെന്നറിഞ്ഞ് അവൾക്കിപ്പോ പോകണം എന്ന് പറയുമ്പം ഇത് കേട്ട് അവരാണ് ചിരിച്ചിട്ട് എവിടെ പോവാൻ, നിന്റെ മേക്കപ്പ് ഒക്കെ ഒന്നിനും കൊള്ളത്തില്ലല്ലേ, ഞങ്ങൾ വേണേ നിനക്ക് മേക്കപ്പ് ഇടാൻ പഠിപ്പിച്ചിരട്ടെ എന്നിന് അവളുമാരൊക്കെ ചേർന്ന് ഇവളുടെ ഫേസ് മൊത്തത്തിൽ കൊളവാക്കി തരും. അതിനുശേഷം അവളും വിളിച്ചോണ്ട് പുറത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ കണ്ണാടി കാണിച്ച് ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ട് മോളെന്ന് പറഞ്ഞ് അവളെ കളിയാക്കി ഇവരാണ് സന്തോഷിച്ചോണ്ടിരിക്കും. അങ്ങനെ ഊയിനും ഒന്നും പറയാൻ പറ്റാതെ അവള് മൊത്തത്തിൽ പേടിച്ച് വറച്ചിരിക്കുമ്പം ഇവളുമാര് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഡേറ്റിന് സമയം നിറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് ആശ്വാസപ്പെട്ടിട്ട് ഭാഗ്യത്തിന് അവരൊക്കെ പോയെന്ന് ഇവളിങ്ങനെ ആലോചിക്കുമ്പം അവൾക്ക് തന്നെ ദേഷ്യം വരും. ഭാഗ്യോ, അവരൊക്കെ ഇത്രയും ചെയ്തിട്ട് ഞാൻ എന്തിനും നോക്കിക്കൊണ്ട് നിന്ന്, വേറെ ഒരു മണ്ടിയാ ഞാൻ, എനിക്കൊട്ടും ധൈര്യമില്ല എന്നിന് അവള് വിഷമിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചതൊക്കെ തുടച്ചളയാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കുറച്ചിനാണ് ഓടി വന്നിട്ട് ഇവളുടെ ടിഷ്യൂ പേപ്പർ വാങ്ങിക്കാൻ നോക്കും. അത് വേറെ ആരുമല്ല നമ്മുടെ മോഡൽ ഗീജോനാണ്. അങ്ങനെ അവന് മര്യാദക്ക് ടിഷ്യൂ പേപ്പർ താടി എന്ന് പറഞ്ഞ് അവളോട് കുറച്ച് ടെററായിട്ട് ചോദിക്കുമ്പം ഇവളാണ് പേടിച്ചിട്ട് കയ്യിരിക്കുന്ന എല്ലാ പൈസ അവന്റെയും കൊടുക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് തൂറാമുട്ടിയ പേപ്പർ തരാൻ പറഞ്ഞ് നീ എന്തോടി പൈസ എടുക്കുന്നത് എന്നിന് അവനും തിരിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടിച്ചില്ലും. അതോടെ അടുത്ത സെക്കൻഡ് ഇവളാണ് ഇവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണോ വേണ്ടെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ കുറെ ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നാലും അവൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോണ്ട് ഇവിടെ നിന്നല്ലേ പറ്റത്തുള്ളെന്ന് അവൻ വരുന്നവരെ അവളോട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവസാനം വയറ് ഫുള്ളും കാലിയാക്കിയിട്ട് അവനാണ് നീ സത്യത്തിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവളും നീയല്ലേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് അവനെ നോക്കി പറയുമ്പം പെട്ടെന്ന് അവനാണ് ചിരി വന്നിട്ട് അറിയാത്ത ആരെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ സത്യത്തിൽ നിൽക്കോ, ഷട എനിക്ക് ഈ കൊച്ചിന് വിശ്വസിക്കാൻ വയ്യ എന്നിന് അവനും ചിരിച്ചോണ്ട് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് തുറച്ചിങ്ങനെ നോക്കും. അതോടെ അവള് പേടിച്ചിട്ട് ഇവനിപ്പോ എന്തോ വേണ്ടെന്ന് ചോദിക്കുമ്പം അവനാണ് മലയ്ക്ക് കണ്ണു നോക്കി സംസാരിക്കുന്ന ഇവളെ കുറെ പഠിപ്പിച്ചു കൊടുക്കും. ഒരു ഫൈറ്റിൽ ഏറ്റവും പ്രധാനം ഐ കോണ്ടാക്ട് ആണ്, അല്ലാതെ ഇങ്ങനെ താഴേക്ക് നോക്കി നിന്ന പിന്നെ ഇവൾക്കെതിരെ ഉള്ളവരൊക്കെ ഇവളെ താഴ്ത്തി കൊണ്ടുപോകുന്ന പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ എങ്ങനെ ഒരു ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞ് ഇവനോട് ചോദിച്ചു മനസ്സിലാക്കും. അതോടെ അവനാണ് നീ എന്റെ കണ്ണ് നോക്ക്, കണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് ചാടി വരണം എന്നിട്ട് അവൻ ആക്ഷൻ കാണിക്കുമ്പം ഇവളതുകൊണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും എത്ര വിലപ്പെട്ടുള്ള ട്രിക്സ് ഞാൻ നിനക്ക് പഠിപ്പിച്ചിരുന്നത്, നീ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്നു, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞോലി ചെയ് അല്ലെങ്കിൽ അവളുമാരൊക്കെ
വീണ്ടും നിന്റെ കൂടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നിന് ഇവനാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളാണ് പ്രാന്തി പോലെ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവനും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട് ഡാൻസ് കളിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇത് കണ്ട അവളും നമ്പർ 1 സൈക്കോ എന്ന് പറഞ്ഞ് അവസാനം അവളുടെ മേക്കപ്പ് എല്ലാം കഴിവെടുക്കും. അതിനുശേഷം ഇവിടെ ഗീജോന്റെ ഫ്രണ്ട്സും ഇവൻ ടോയ്ലറ്റ് കടന്ന് ചത്തോന്ന് പറഞ്ഞ് അവന്മാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കറക്റ്റ് അവിടേക്കാണ് ഗീജോന് ഡാൻസും കളിച്ചോണ്ട് അടുത്തേക്ക് വരും. അപ്പോഴാണ് ഇവന്മാരും ബ്ലൈൻഡ് ആയിരുന്നു സമയമായെന്ന് ഇവനോട് തർക്കിക്കുമ്പോൾ അവൻ അപ്പോഴായിരിക്കും പിടികിട്ടുന്ന ഇവന്മാർ ചെലവേ ഞാൻ വിളിച്ചതല്ല ബ്ലൈൻഡ് ആയിട്ടിന് വിളിച്ചതാന്ന്. അങ്ങനെ ഇവര് ഡേറ്റ് ചെയ്യാൻ വന്ന മറ്റേ 3 പെങ്കൊച്ചങ്ങൾ അവിടേക്ക് വരുമ്പോഴാണ് ഇവനാണ് അവരെ കണ്ടപ്പോ തന്നെ ദേഷ്യം. കാരണം ഊയിനെ റാഗ് ചെയ്ത ആ 3 പേരാണിത്. അങ്ങനെ അവൾമാർക്കാണ് ഗീജോനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഇവനെക്കാണ് ഹാൻസം എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവനും നിങ്ങളെ കുറിച്ച് എനിക്ക് അറിയാന്ന് പറഞ്ഞ് അവൻ അവിടെ വെച്ച സംഭവങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. അതിന്റെ അടുത്ത സെക്കൻഡ് ഇവനവിടെ നിന്ന് ഫുഡ് വെട്ടിവാരും എണീക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരന്മാരും ഡേറ്റ് കുളവാക്കിയിട്ട് നീ എന്തോ ഇവിടെ കാണിക്കുന്നു പറഞ്ഞിട്ട് അവന്മാരാണ് മൊത്തം തകർന്നു പോയിരിക്കും. അതുകൊണ്ട് അവന്മാർ രണ്ടുപേരും കൂടെ നിനക്ക് സത്യത്തിൽ പെമ്പിള്ളേർ ഇഷ്ടമല്ലേന്ന് പറഞ്ഞ് ഇനി ഇവൻ പെണ്ണായിട്ടല്ല മാറാൻ പോകണം ചോദിക്കും. അപ്പോഴാണ് ഗീജനാണ് ദേഷ്യത്തിൽ അടൊന്ന് പോടെ ഇറക്കാം, ഞാൻ നിങ്ങളൊരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച അവളുമാരെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നിട്ട് അവന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ചേച്ചി ഇവനെ വിളിച്ച കാര്യം ഓർമ്മ വന്നിട്ട് അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ഇവിടെ ഓയിനും അവളുടെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ പഴയ സ്റ്റൈലിൽ തന്നെ അവരുടെ ക്ലബിലേക്ക് ചെല്ലും. അങ്ങനെ അവിടുത്തെ ഒരാളിനെ കണ്ടിട്ട് ഇവിടുത്തെ ഡ്രോയിങ് ക്ലബ് എവിടെന്ന് ചോദിക്കുമ്പോൾ അവനാണ് നീയാണോ സ്പിരിറ്റ് ഫിംഗേഴ്സ് ജോയിനെ പുതിയ മെമ്പർ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരിചയപ്പെടും. അതിനുശേഷം അവള് നീല കളറുള്ള ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലാൻ പറയുമ്പോൾ ഇവളും പതിയെ ഇതെല്ലാം നീലം നിറഞ്ഞ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോഴാണ് അവരിന്ന് സുൻഹയാണ് റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ പിയാനോ വെച്ചോണ്ടിരിക്കും. അങ്ങനെ അവളുടെ കാഴ്ചയിൽ പാകെ അവനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇതേ സമയം ഇവളുടെ ഒപ്പം ഇരിക്കുന്ന ബാക്കിയെല്ലാരും കൂടെ എന്തോ മോളെ അവിടെ തന്നെ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് കയറാൻ പറയും. അതിന് ശിവെല്ലാരും കൂടെ പേര് പറഞ്ഞ് പരിചയപ്പെടുമ്പോഴാണ് അവരെല്ലാം ഓരോ കളറും പറഞ്ഞാണ് ഇവര് പരസ്പരം വിളിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഓരോ കളർ ഉള്ളതുകൊണ്ട് ഇവളൊരു കളർ ചൂസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവളാണ് എനിക്ക് ഏതാ ഫേവറേറ്റ് എന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് അവളിങ്ങനെ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് അവരൊക്കെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം ഇവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവളുടെ കളർ ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം സുൻഹോയുടെ ഫ്രണ്ടാണ് ഇവരുടെ ക്ലബ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ് അവൾക്ക് ആദ്യം തൊട്ടുള്ള ഹിസ്റ്ററി എല്ലാം എടുത്തു പറയും. അതായത് ഇവളാണ് ആ ക്ലബിലെ പ്രസിഡന്റ്, സുൻഹോ അവളുടെ വൈസ് പ്രസിഡന്റും. അങ്ങനെ അവർ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വരയ്ക്കാൻ കുറെ പേര് ഹെൽപ്പിന് വിളിച്ചാണ്. പക്ഷെ അവരാരും തന്നെ സമ്മതിക്കാത്തോണ്ട് ഇവർ രണ്ട് തീരുമാനിച്ചാണ് ഇതേപോലെ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിലും ഡ്രോയിങ്ങിനോട് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം വെച്ച് ഒരു ക്ലബ്ബ് തുടങ്ങാന്ന് അവർ അന്നെടുത്ത തീരുമാനം കാരണം ഇപ്പൊ ഇത്രയും പേര് ഈ ക്ലബിലുള്ളത്. അങ്ങനെ അവരൊക്കെ പരസ്പരം പോസ് ചെയ്ത് സഹായിച്ച് ഒരു 3 മിനിറ്റ് ഫണ്ണായിട്ട് ഇവർ ചുമ്മാ വരച്ചോണ്ടിരിക്കും. അങ്ങനെ ഫീലിങ്സിന് വില കൊടുക്കുന്ന ക്ലബ്ബാണ് ഞങ്ങളുടെ ഈ സ്പിരിറ്റ് ഫിംഗേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ക്ലബ്ബിൽ ഹൂയിനും കൂടെ ജോയിൻ ആന്ന് പറയും. അതേസമയം ഇന്ന് ഇവളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇവരെല്ലാരും ടോപ്പിക്കായിട്ട് ഇവളെ പോലെ സ്കൂൾ യൂണിഫോം ഇട്ടോണ്ടെന്നേക്കുന്നത്. അങ്ങനെ അതിനെ ഇവരൊക്കെ പടം വരയ്ക്കാൻ പോകുന്ന പറഞ്ഞ് എല്ലാരും കൂടെ സ്കെച്ച് ബുക്ക് കയ്യിലേക്ക് എടുക്കുമ്പോൾ അതേസമയം ഇന്ന് ഇവർ നോക്കി വരയ്ക്കുന്ന മോഡലാണ് ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ അതാരാന്ന് കാണിക്കുമ്പോഴാണ് അത് വേറെ ആരുമല്ല ഗീജോനാണ്. കാരണം ഇവന്റെ ചേച്ചിയാണ് സുൻഹോയുടെ ഫ്രണ്ട്. അങ്ങനെ അവൻ അകത്തേക്ക് കയറി വന്നുടനെ ഇവളാണ് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് അവിടെ ചെന്ന് സംഭവങ്ങളൊക്കെ ഇവൻ പറഞ്ഞ് നാറ്റിക്കുമെന്ന് പറഞ്ഞ് ഇവളുടെ ജീവൻ മൊത്തത്തിൽ അങ്ങ് പോകും. അതേസമയം അവന്റെ ചേച്ചിയും എന്റെ അനിയനെ പരിചയപ്പെടുന്ന പറഞ്ഞ് ഇവളുടെ സെയിം പ്രായം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവളാണ് ഫേസ് കാണിക്കാതെ ബുക്കും കൊണ്ട് മറച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന ലേഡിയും ഇവൻ നിന്റെ ടൈപ്പ് ആയതുകൊണ്ടാണോ നീ ബുക്ക് മറച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഒടിച്ച് മാറ്റുമ്പോൾ ഉയ്യനാണ് പേടിച്ചിട്ട് ഇവൻ എന്റെ ടൈപ്പ് ഒന്നല്ലെന്ന് പറയും. അങ്ങനെ അതോടെ അവരെല്ലാരും കൂടെ ഗീജോനെ കാണാൻ ലുക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവന്റെ ചേച്ചിയും ദേഷ്യത്തി ചുമ്മാ നിങ്ങളൊക്കെ അടങ്ങിയിരിക്കണേ, ഇവൻ അല്ലാതെ തന്നെ സ്വയം ഇങ്ങനെ പൊങ്ങിയിരിക്കുക, അതിന്റെ കൂടെ നിങ്ങളും കൂടെ പറഞ്ഞ് അവന്റെ ഷോയം കൂടിപ്പോകും എന്നിന് അവളും പറയുമ്പോൾ അവനാണ് പന്നിക്കുട്ടി ചേച്ചി വിടടി എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം ഉയ്യനാണ് ഇവൻ എന്താ ഇതുവരെ ഗസ് ചെയ്യാത്തെന്ന് പറഞ്ഞ് ഒരേ ശിവളുടെ മേക്കപ്പ് ഫുള്ളും കുളവായി കടന്നുകൊണ്ട് അവന് മനസ്സിലായി കാണത്തില്ലെന്ന് വിചാരിക്കും. അപ്പോഴാണ് സുൻഹയാണ് ഇവൾക്ക് ചിലപ്പോൾ ഈ ബേബി ബ്ലൂ കളർ ചേരുന്നറിഞ്ഞ് അവനെ റെക്കമെൻഡ് ചെയ്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് അവളും എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞ് അവൾക്ക് ബേബി ബ്ലൂ മതി എന്നറിയും. അതിനുശേഷം അവരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ നിന്നെ ബേബി ബ്ലൂ എന്ന് വിളിക്കാന്നറിഞ്ഞ് അവൾക്ക് ആ പേരെടുക്കും. അതിനുശേഷം ഗീജിനും താമസിച്ച് എന്നെ വരയ്ക്കാൻ പോവാണ് എങ്കിൽ പിന്നെ പതി വിളിച്ചാൽ പോരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് കാരണം ഫുഡൊക്കെ അവൻ കഴിച്ചില്ലെന്ന് അവൻ ചേച്ചിയുടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം യൂയിൻ ഇപ്പോഴും ഇവനെ കണ്ട് പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം ഇവർ ഓരോരുത്തരുടെ ഫ്രണ്ടിൽ ചെന്ന് പോസൊക്കെ കൊടുത്ത് ഒരു 3 മിനിറ്റിനുള്ളിൽ ഇവരൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ഊയിനെ കൊണ്ട് അത്ര സ്പീഡിലൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളും വരയ്ക്കുന്നെല്ലാം അവസാനം അയച്ചളയത്തേ ഉള്ളു. അങ്ങനെ എല്ലാവരും പോസ് ചെയ്യുന്നതിന് ശേഷം അടുത്ത് ഊയിനെ ചെന്ന് നിൽക്കാൻ പറയുമ്പോഴാണ് അവളാണ് പേടിച്ചിട്ടൊക്കെ പോയി അവിടെ ചെന്ന് നിന്നോണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും പോസ് ചെയ്തതിനു ശേഷം അവസാനം ഗീജിനെ ചെന്ന് നിൽക്കാൻ പറയുമ്പോൾ ഊയിനാണ് ഇവൻ ഈ ക്ലബ്ബിൽ ഇല്ലെങ്കിൽ പിന്നെ തന്നെ ഇവിടെ ചെന്ന് പോസ് കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് മറ്റുള്ളവരൊക്കെ ഇവനൊരു മോഡൽ ആയതുകൊണ്ട് ഇവനെ വരച്ചാല് ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ എന്നറിഞ്ഞ് അതിനുവേണ്ടി അവനെ വിളിച്ചു വരുത്തിയെന്ന് പറയും. അപ്പോഴാണ് ഗീജനും പെട്ടെന്ന് അവന്റെ ഷർട്ടൊക്കെ ഊരി അവൻ പോസ് കൊടുക്കാൻ പോകുമ്പോൾ ഇവന്റെ ചേച്ചിയാണ് ദേഷ്യം
ദേഷ്യത്തി എടാ മാങ്ങായിട്ട് നിന്നെ ആരാ ഡ്രസ്സ് വരാൻ പറഞ്ഞു മരയ്ക്ക് പോസ് കൊടുക്കാൻ വന്ന് നിന്നിട്ട് പോയിക്കോ എന്നിട്ട് അവനെ അടിച്ചിട്ട് പോകുമ്പോൾ ഇവൻ ഇന്നലെ എന്തിനാ പിന്നെ ഷർട്ടില്ലാതൊക്കെ ഫോട്ടോ എടുക്കാൻ വിളിച്ചെന്ന് അവസാനം സൈലന്റ് ആയിട്ട് അവനെ യൂണിഫോം ഇട്ടുണ്ട് അവിടെ ഇരുന്നോണ്ടിരിക്കും. അതിനെ ശിവല്ല അവനെ പടം വരയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ഉയ്യും നോക്കുമ്പോൾ അവനാണ് ഇവളെ തന്നെ നോക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് അവള് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് അവന് 3 മിനിറ്റ് കഴിഞ്ഞ് നിറഞ്ഞ് പെട്ടെന്ന് അവിടെ ഇറങ്ങാൻ പോകും. അപ്പോഴാണ് അവരും ഇനി കപ്പിൾസിന്റെ പോസും കൂടെ എടുത്തിട്ട് പോയാൽ മതി എന്നറിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടെ ഇവനെ നിൽക്കാൻ പറയുമ്പോൾ ഇത് കേട്ട് അവരൊക്കെ ഡിസ്കസ് ചെയ്യും. കപ്പിൾസ് ആയിട്ട് വേണം ഇവന്റെ അതേ പ്രായത്തിലുള്ള ഊയിനെ ചെന്ന് നിൽക്കാൻ പറയാന്ന്. അങ്ങനെ അതിനെല്ലാം അവർ സമ്മതിക്കുമ്പം ഇവളാണ് ഞാൻ ചെന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവളാകെ ഇവിടെ പേടിച്ചു പോകും. അപ്പോഴാണ് സുൻഹയും ബാക്കി എല്ലാരും കൂടെ ഇതിൽ നിനക്ക് എസ്കേപ്പ് ആകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവള് ധൈര്യത്തോടെ ചെന്ന് നിൽക്കാൻ പറയുമ്പം അവസാനം ഇവളും അവനെ നോക്കാതെ അവൾ ചുമ്മാ ഇങ്ങനെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരൊക്കെ നിന്റെ ഫേസ് ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്നതാണോ നിന്റെ പോസ് എന്നറിഞ്ഞ് ഹൂയിനെ നോക്കി ചോദിക്കുമ്പം അവള് ഷൈ ആയിട്ടുള്ള പെൺകുട്ടിയെ പോലെ ഇവൾ ചുമ്മാ നിൽക്കുമെന്നറിയും. അങ്ങനെ അതും പറഞ്ഞ് ഇവരൊക്കെ വരയ്ക്കാൻ പറയുമ്പോഴാണ് അതേസമയം അവളുടെ കാഴ്ചയിലാകെ സുൻഹോ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇവനെ തന്നെ ആലോചിച്ച് 5 മിനിറ്റ് എങ്ങനെയൊക്കെ പിടിച്ചിരിക്കണമെന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഗീജനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ മോളെ ഞാൻ നിന്നെ മറന്നെന്ന് വിചാരിച്ചു നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ എന്നിന് അവനും ചിരിച്ചതോടെ ഇവളും മൊത്തത്തിൽ പെട്ടുപോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെല്ലാം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.